ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്ന 11th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. അതിനകത്ത് നമുക്ക് 4 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ലിവിങ് വേൾഡ്, സെക്കൻഡ് വൺ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, തേർഡ് വൺ പ്ലാന്റ് കിങ്ഡം ആൻഡ് ഫോർത്ത് വൺ ആനിമൽ കിങ്ഡം. ഈസി ചാപ്റ്റേഴ്സ് ആണ്. ഈ 4 ചാപ്റ്ററും ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വി വിൽ ജസ്റ്റ് സേ അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബയോളജി ആൻഡ് ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. എന്താണ് ബയോളജി എന്ന് പറയുന്നത്? ബയോളജി ഈസ് നത്തിങ് ബട്ട് ദ സയൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ഓർ ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം ഓർ ദ സയൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഇസ് കോൾഡ് ആസ് ബയോളജി. ബയോ മീൻസ് living and logo means science. So biology, that is the science of living organism. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഹെഡിങ് തന്നെ നോക്കിയാൽ നമുക്കറിയാം ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡിൽ കാണുന്ന പല തരത്തിലുള്ള ഓർഗാനിസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. സോ ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് ഓർഗാനിസം, വെൻ വി സീ there are enormous diversity of living organism present in this world. ഒരുപാട് തരത്തിലുള്ള ലിവിങ് ഓർഗാനിസം നമ്മുടെ വേൾഡിലുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഹ്യൂമൻ ബീങ്സ് ഈ ആനിമേറ്റ് ആൻഡ് ഇനാനിമേറ്റ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് ജീവനുള്ളതിനെയും ജീവൻ ഇല്ലാത്തതിനെയും അവർ തിരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അവർക്ക് കുറേ ഓർഗാനിസത്തിനോട് അല്ലെങ്കിൽ കുറേ നോൺ ലിവിങ് ഒബ്ജക്റ്റിനോട് പേടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫയർ, വാട്ടർ, ഇതൊക്കെ അവർ they deified certain inanimate matter and certain animate organisms also. അതായത് ഡൈഫൈഡ് എന്ന് പറഞ്ഞാൽ വേർഷിപ്ഡ്, അവർ ആരാധിച്ചിരുന്നു. അത് ഫയർ ആവശ്യമുള്ള കാര്യമാണ് അല്ലേ, തീ അവർക്ക് ആവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ വാട്ടർ, ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദെയർ ലൈഫ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഡൈഫൈ ചെയ്തിരുന്നു, എന്ന് പറഞ്ഞാൽ വേർഷിപ്പ് ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് സയൻസ് ഡെവലപ്പ് ആവാൻ തുടങ്ങിയപ്പോൾ കുറേ ആളുകളെങ്കിലും ദേ സ്റ്റാർട്ടഡ് സ്റ്റഡി അബൌട്ട് ദ ലിവിങ് ഓർഗാനിസം. നേരെ ആ ലിവിങ് ഓർഗാനിസത്തിനെ പറ്റി അവർ പഠിച്ചപ്പോൾ അവർ ആദ്യമൊക്കെ മനുഷ്യൻ ലിവിങ് ഓർഗാനിസത്തിനെ പറ്റി പഠിച്ചപ്പോൾ ദേ ജസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് ആന്ത്രോപോസെൻട്രിക് വ്യൂ ഓഫ് ബയോളജി. എന്താ ഈ ആന്ത്രോപോസെൻട്രിക് വ്യൂ ഓഫ് ബയോളജി എന്നറിയോ? ഹ്യൂമൻ ബീങ്സിന് സെന്റർ ഇന്ററാക്ഷൻ കൊടുത്തിട്ട്, സെന്റർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആന്ത്രോപോസെൻട്രിക് വ്യൂ ഓഫ് ബയോളജി. അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഹ്യൂമൻ ബീങ്സിന് കൊടുത്തിട്ട് ബാക്കി എല്ലാ ഓർഗാനിസത്തിനെയും സ്റ്റഡി ചെയ്യാൻ അവർ ശ്രമിച്ചു. പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി. കാരണം ഓൾ ഓർഗാനിസം ഇറ്റ് ഹാസ് ഈക്വൽ ഇമ്പോർട്ടൻസ്. നമുക്കറിയുന്ന അല്ലെ, എല്ലാ ഓർഗാനിസത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വന്നത് തന്നെ അല്ലേ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗാനിസത്തിനെയും ഒരേ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് അതിൻ്റെ എയിം. അപ്പോൾ ആന്ത്രോപോസെൻട്രിക് വ്യൂ ഓഫ് ബയോളജിയിൽ ഹ്യൂമൻ ബീങ്സ് ആയിരുന്നു സുപ്പീരിയർ ആയിട്ട് അവർ കണ്ടതും ബാക്കി എല്ലാ ഓർഗാനിസത്തിനെയും അവർ ഹ്യൂമൻ ബീങ്സിനെ കഴിഞ്ഞിട്ട്, അതായത് വാല്യൂ കുറച്ചാണ് കണ്ടിരുന്നത്. ആ തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സ്റ്റഡി ദാറ്റ് വാസ് നോട്ട് സക്സീഡഡ്. ഓക്കെ, പിന്നെ ബയോഡൈവേഴ്സിറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം ഓരോ ഓർഗാനിസത്തിനെയും പെറുക്കി എടുത്ത് പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ. ഓരോ ഓർഗാനിസത്തിനെയും പഠിക്കുന്നതിൽ നല്ലത് വി ക്യാൻ ജസ്റ്റ് ക്ലാസിഫൈ ദ ഓർഗാനിസം അക്കോർഡിംഗ് ടു ദ ക്യാരക്ടേഴ്സ് ബൈ കമ്പയറിംഗ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. അതായത് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്ത് നമ്മൾ ആ ഓർഗാനിസത്തിനെ ഒരു ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്താൽ ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ പറ്റി പഠിച്ചാൽ മതി. ദാറ്റ് വിൽ ബി ഈസി ഫോർ us ടു സ്റ്റഡി എ ലിവിങ് ഓർഗാനിസം ഓർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് ഇൻഡിവിജ്വൽ ഓർഗാനിസം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ, അതായത് ബയോഡൈവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യാരക്ടറൈസേഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിനെ ക്യാരക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഓർഗാനിസത്തിന്റെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ കണ്ടുപിടിക്കണം. Then after that identification of that organism, then we will give the classification of that organism. Classification എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടർ കണ്ടുപിടിച്ചു, ആ ഓർഗാനിസം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. പിന്നെ ആ ഓർഗാനിസത്തിന്റെ ക്യാരക്ടർ വെച്ച് നമ്മൾ ഡിഫറെന്റ് ക്ലാസസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് വെറൈറ്റി ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തു. Then after that we can give the nomenclature of it. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ പോയപ്പോഴാണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയത്. അത് ഇനി നമ്മൾ ആ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പഠിക്കാം കേട്ടോ. ഇനി in this unit, in the beginning they have given one scientist name, that is the scientist Ernst Mayr. Ernst Mayr എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1904 മുതൽ
1904 മുതൽ 2004 വരെ ജീവിച്ചിരുന്ന ഒരു സയന്റിസ്റ്റാണ്. ഒരു എന്താ പറയുക, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള 100 സയന്റിസ്റ്റുകളിൽ ഒരാളാണ് ഏൺസ്റ്റ് മേയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഏൺസ്റ്റ് മേയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് നമ്മൾ ഡാർവിൻ ഓഫ് 20th century എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഹി ഈസ് ദ ഡാർവിൻ ഓഫ് 20th century. അദ്ദേഹത്തിന്റെ 80-year കരിയറിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്ത് എന്തിലൊക്കെയാന്ന് ചോദിച്ചാൽ, ഹി സ്പെഷ്യലൈസ്ഡ് ത്രൂ ഔട്ട് ഹിസ് 80 years കരിയർ ടാക്സോണമി, ഓർണിത്തോളജി. ഓർണിത്തോളജി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബേർഡ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ടാക്സോണമി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പല ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ സ്റ്റഡിയാണ്. അതേപോലെ തന്നെ സൂജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗാനിസവും അതിൻ്റെ ഹാബിറ്റാറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റ്, ഓരോ ഓർഗാനിസം എവിടെ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്തത്, അതിന്റെ ആൻസിസ്റ്റേഴ്സ് ആരൊക്കെയായിരുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, organism when we are studying different types of organism when we are studying, if we are considering the relationship among the organism, അതായത് എവല്യൂഷണറി സ്റ്റഡി തന്നെയാണ് അവിടെ പറയുന്നത്. ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് ചുമ്മാ നമ്മളെ ക്യാരക്ടർ കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നതല്ല സിസ്റ്റമാറ്റിക് ടൈപ്പ് ഓഫ് സ്റ്റഡി. വി വിൽ ജസ്റ്റ് കമ്പയർ ദറ്റ് ഓർഗാനിസം വിത്ത് അതർ ഓർഗാനിസം വിച്ച് ഹാസ് സിമിലർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അതായത് ഒരു കമ്പാരിസൺ സ്റ്റഡിയും കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേപോലെ ടാക്സോണമിക്കൽ സ്റ്റഡീസിലൊക്കെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എവല്യൂഷൻ അദ്ദേഹം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹി ഈസ് ദ ഡാർവിൻ ഓഫ് 20th century എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ടും ഒന്ന് വായിച്ചിരുന്നോളാം. കാരണം ഇപ്പോൾ 2016 മുതൽ സയൻറ്റിസ്റ്റിൻ്റെ പേരും അതേപോലെ തന്നെ ഇയറും ഒക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ now we are going to see the first chapter we are going to see. Ipo njan paranjathu just an introduction about that unit. Okay, now the first chapter which is coming under this diversity in the living world, that is the living world. idana nammade first chapter inde adha. So in this chapter we can see there are different varieties of living organism. These different varieties of living organism, in which manner it has been classified and which manner it has got the name, and in which manner it is stored for the further studies. ഇതൊക്കെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വെൻ വി സേ അബൌട്ട് ദ ലിവിങ് വേൾഡിൽ ലിവിങ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിനെ സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ ലിവിങ് ദ ബയോഡൈവേഴ്സിറ്റി ഓർ ദ ലിവിങ് വേൾഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിവിങ് വേൾഡിൽ നമ്മൾ ഫസ്റ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദിസ് ലിവിങ് ആൻഡ് വാട്ട് ഈസ് ദിസ് നോൺ ലിവിങ്. ഓക്കെ, ലിവിങ് ആൻഡ് നോൺ ലിവിങ് നമ്മൾ അറിയണമെങ്കിൽ വി ഷുഡ് സീ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. എന്തൊക്കെയാണ് ലിവിങ് ഓർഗാനിസം കാണിക്കുന്ന ക്യാരക്ടേഴ്സ്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നോൺ ലിവിങ് ഓർഗാനിസം ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കാണിക്കാത്തത്. അത് ആ രണ്ട് ഡിഫറൻസ് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ലിവിങ് ഓർഗാനിസം എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഹൗ ടു ഡിഫറൻഷിയേറ്റ് ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് concept in this chapter, how to differentiate living and non-living. By considering certain characters we can classify the organisms into living and non-living. ഞാൻ പറഞ്ഞു കുറച്ച് ക്യാരക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഓർഗാനിസത്തിനെ ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഇനി ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ദ ഫസ്റ്റ് ക്യാരക്ടർ വിച്ച് വി ആർ കൺസിഡറിങ് ഫോർ ദ living and non-living classification, that is growth. First character which we are considering here, that is growth. The second character which we are considering here, it is reproduction. Next character, it is reproduction. The third character, it is nothing but the movement of organism. The third character, it is movement of organism. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മതി. മൂവ്മെന്റ് ഓഫ് ഓർഗാനിസം എന്ന് പറയണ്ട, കാരണം നമ്മൾ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് അറിയാനല്ലേ. അപ്പൊ നോൺ ലിവിങ്ങിലും ഈ പറയുന്ന മൂവ്മെന്റ് കാണിക്കുമ്പോൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞങ്ങ് നിർത്തിയാൽ മതി. Then the next character, it is metabolism. Next character, it is metabolism. And fifth character, when we say it is fifth character, it is consciousness.
Sixth character, it is the organization of the body, biological organization. ഇനി നമ്മൾ ഈ ഓരോ ക്യാരക്ടർ വെച്ച് നമുക്ക് ഓർഗാനിസത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. See here, the first character which we are saying, that is growth. Growth of living organism. Growth will be associated with the living and non-living both. You just imagine, living organism, it will grow. Living organism എന്തായാലും വളരും അല്ലെ. ഏത് ഓർഗാനിസം എടുത്ത് നോക്കിയാലും നമുക്ക് ലിവിങ് ഓർഗാനിസത്തിന് ഗ്രോത്ത് കാണാം. പക്ഷെ പലതരത്തിലുള്ള ഗ്രോത്ത് ആയിരിക്കും ലിവിങ് ഓർഗാനിസത്തിൽ കാണുക. In the case of a unicellular organism, it will grow with its reproduction. എന്ന് പറഞ്ഞാൽ ഈ growth and reproduction in a unicellular organism, it is a exclusively mutual event ആണ് അല്ലെ. So here in unicellular organism, it is growth, it occurs with the reproduction. So growth and reproduction both are mutual exclusive behavior or mutual exclusive process. രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ. അതേപോലെ we can see the growth which is seen in the plants and animals. പ്ലാന്റ്സിന്റെ കേസിൽ the growth, it will be indefinite. അവർ ഒരുപാട് വളരും, അവർ ജീവിതാവസാനം വരെ വളർന്നുകൊണ്ടിരിക്കും. അതേപോലെ the plants where the growth, it will be localized growth. പല ഭാഗങ്ങളിലായിട്ടായിരിക്കും പ്ലാന്റ്സിന്റെ ഗ്രോത്ത് കാണുന്നത് അല്ലെ. So they will show indefinite growth and they will show localized growth. നമുക്ക് അങ്ങനെ ലോക്കലൈസ്ഡ് ഗ്രോത്ത് അല്ല കാണാം, നമുക്ക് യൂണിഫോം ഗ്രോത്ത് ആയിരിക്കും കാണാം അല്ലെ. പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തലഭാഗം ഇങ്ങനെ നീണ്ടു പോകണമാണ്. പക്ഷെ നമ്മുടെയൊക്കെ തല നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ തല മാത്രം അങ്ങനെ നീളത്തിലിരിക്കും അല്ലെ. നമുക്ക് യൂണിഫോം ഗ്രോത്ത് ആണ്. ആനിമൽസ് in that case we can see they will show definite growth as well as they will show the uniform growth. Definite growthും യൂണിഫോം ഗ്രോത്തും ആയിരിക്കും എന്ത് കാണിക്കുക, ആനിമൽസിന്റെ കേസിൽ കാണിക്കുക. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസം where the growth and reproduction, it is mutually exclusive events. And in the case of plants, they will undergo indefinite growth and they will undergo localized growth. In the case of animals, we can see the growth, it is undergoing definite growth, or the growth, it will stop in a certain period of their life. അല്ലെ, നമ്മളൊക്കെ ആണെങ്കിലും വളരുമ്പോൾ ഒരു ടീനേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വളർച്ച നിന്ന് പോകും. Then the animals, they will show the uniform growth. ഇനി we can see in the case of the mountains, അതായത് non-living object. Mountains in the case, we can see this mountain, it will be growing അല്ലെ. Mountains, by the accumulation of soil and rocks, it can undergo growth. പക്ഷെ ആ ഗ്രോത്ത് ഒരു എന്താ പറയാ ലിവിങ് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് അല്ല, it is an extrinsic growth. It will be due to accumulation of the rocks as well as the soil on the top of small mountain like or small hill area. ഹിൽ ഏരിയയുടെ മേലെ പിന്നെയും ഇതിന്റെ സോയിലിന്റെയും റോക്കിന്റെ ഒക്കെ അക്യുമുലേഷൻ വന്നാൽ അതും വളരും. അപ്പം നമ്മളിവിടെ നോക്കിയാൽ ഈ പറയുന്ന ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് ഇറ്റ് സൈസ് ആൻഡ് മാസ്. ഗ്രോത്ത് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസിങ് ദ സൈസ് ആൻഡ് മാസ്. ഈ ഒരു ക്യാരക്ടർ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇൻ ദ കേസ് ഓഫ് നോൺ ലിവിങ് ഒബ്ജെക്ട് ഓൾസോ ദ സെയിം ഗ്രോത്ത് ഇറ്റ് ഓക്കേഴ്സ്. ഇൻ ദ കേസ് ഓഫ് ലിവിങ് ഒബ്ജെക്ട് ഓൾസോ ദ സെയിം പ്രോസസ് ഇറ്റ് ഓക്കേഴ്സ്. ബട്ട് ദ തിങ്, non-living object, in that we can see the growth, it occurs externally, and living organism where the growth, it will be internally. So here extrinsic and intrinsic growth, it occurs in the case of the non-living and living organism, non-living objects and living organisms respectively. Okay, living organism intrinsic growth ആണെങ്കിൽ നോൺ ലിവിങ് ഓർഗാനിസത്തിൽ എക്സ്ട്രിൻസിക് ഗ്രോത്ത് ആണ്. നമ്മൾ ചുമ്മാ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ടേം പറഞ്ഞിട്ട് ദാറ്റ് ഈസ് എ ക്യാരക്ടർ ടു ഡിഫൈൻ ദ ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ വി കനോട്ട് ഡിഫൈൻ ദിസ് by using this character a living organism. Growth കാണിക്കുന്ന എന്തുണ്ട്, നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഉണ്ട്. So here we can say growth is just a characteristic feature of living organism. It is not a we cannot define the life with growth. Okay, so one character which we considered that was able to characterize the
living organism, but it is not able to define the living organism. The next character which we are seeing is reproduction. എന്താണ് reproduction എന്ന് പറയുന്നത്? Making the next generation, right? So in the case of unicellular organism, it will make the next generation by cell division, and it increases the number, and the same way it will grow also. അത് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞു, the growth and reproduction, it is exclusively mutual event in the case of unicellular organism എന്ന് പറഞ്ഞ അല്ലേ. അതുപോലെ reproduction നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will not be able to see any non-living object is reproducing. ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എല്ലാ ലിവിങ് ഓർഗാനിസവും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. there are many organisms who are sterile, they do not have the reproduction capacity. എന്ന് പറഞ്ഞ് നമുക്ക് ആ ലിവിങ് ഓർഗാനിസം അത് ഡെഡ് ആണെന്ന് പറയാൻ പറ്റുമോ? No, we know there are many sterile couples, they do not have the kids, right? അങ്ങനെയുള്ള ആളുകളെ നമുക്ക് നോൺ ലിവിങ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ജസ്റ്റ് പറയാം, the reproduction, it is a characteristic feature of living organism. There is no exception from the non-living object for this character, അല്ലേ? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. ചിലത് റീപ്രൊഡ്യൂസ് ചെയ്യും, ചിലത് റീപ്രൊഡ്യൂസ് ചെയ്യില്ല. ദർ ആർ മെനി സ്റ്റെറൈൽ ഓർഗാനിസംസ് ലൈക്ക് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡ്, അല്ലേ? ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ മ്യൂള്, അതുപോലെ ഹിന്നി. മ്യൂൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡോങ്കിയും ഹോഴ്സും തമ്മിലുള്ള ഹൈബ്രിഡ് ആണ്. ഹിന്നി എന്ന് പറയുന്നത് എന്താണ്? ഹോഴ്സും ഡോങ്കിയും തമ്മിലുള്ള, അതായത് ഹിന്നി എന്ന് പറയുന്ന മെയിൽ ഹോഴ്സും ഫീമെയിൽ ഡോങ്കിയും തമ്മിലുള്ള ഹൈബ്രിഡ് ആണ് ഹിന്നി എന്ന് പറയുന്നത്. മെയിൽ ഡോങ്കിയും ഫീമെയിൽ ഹോഴ്സും തമ്മിലുള്ള ഹൈബ്രിഡ് ആണ് മ്യൂൾ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? സ്റ്റെറൈൽ ഓർഗാനിസംസ് ആണ്. എന്ന് പറഞ്ഞാൽ അവര് ജീവനില്ലാത്ത ഓർഗാനിസം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? സോ ഹിയർ വി ക്യാൻ സേ ദ റീപ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം, ബട്ട് it will not show any exception from the non-living object. Here we are not able to consider this reproduction as a defining property of living organism because there are many sterile organisms. We cannot say the sterile organisms are non-living. Okay, which is the characteristic feature? Do not have any exception from the non-living object എന്ന് പറഞ്ഞാൽ എന്താണ്? Non-living object എന്ന് പറയുന്ന എക്സെപ്ഷനും ഇല്ലാത്ത ഒരു characteristic feature reproduction ആണ്. ഒരു non-living objectum reproduce ചെയ്യില്ല. Okay, so the next character which is used for identifying a living organism, that is movement. എന്താണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്? ചെറിയ ചെറിയ അനക്കങ്ങൾക്ക് നമുക്ക് മൂവ്മെന്റ് എന്ന് പറയാം. So if we are seeing the movement of a living organism, we can say that is living. If we are not able to see the movement of a living organism, we will be saying like, no, it is not moving, that is dead. അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ there are many organisms which is going under dormancy, അല്ലെ? പല ഓർഗാനിസംസും ഡോർമൻസി സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഹൈബർനേഷൻ, എസ്റ്റിവേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സിലേക്ക് പോകുന്നത്. അവരൊക്കെ എപ്പോഴും എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ആ ഒരു സ്റ്റേജിൽ അവരെ മെറ്റാബോളിക് റേറ്റ് ഒക്കെ കുറച്ച് ബേസിക് മെറ്റാബോളിക് റേറ്റ് മാത്രം ചെയ്ത് കഷ്ടിച്ച് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ അങ്ങനത്തെ കേസിലുള്ള ഓർഗാനിസത്തിൽ നമുക്ക് ബ്രീത്തിങ് മൂവ്മെന്റ് പോലും കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ആ മൂവ്മെന്റ് കണ്ടില്ല എന്ന് കരുതി ആ ഓർഗാനിസം ചത്ത് കിടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ഓർഗാനിസം ഇസ് ഡെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ ചില പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചിലപ്പോൾ പന്തൊക്കെ നമ്മൾ എറിഞ്ഞു വിടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം താഴത്തേക്ക് വീണായി. ബൈ സീയിങ് ദ മൂവ്മെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സബ്സ്റ്റൻസ് വി വിൽ നോട്ട് ബി ഏബിൾ ടു സേ ദാറ്റ് ഈസ് ലിവിങ്, റൈറ്റ്? നമ്മൾ ആ മൂവ്മെന്റ് കാണുന്നുണ്ടെന്ന് കരുതി അത് വേറെ ആരോ ഇൻഡ്യൂസ് ചെയ്ത മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ വേറെ ആരെയോ കൊണ്ടുണ്ടായ മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ലിവിങ് ഓർഗാനിസം ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ദ മൂവ്മെന്റ് ഇറ്റ് ഈസ് ഷോൺ ബൈ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഒബ്ജെക്ട്. ഇറ്റ് മേ നോട്ട് ബി സീൻ ഇൻ ദ ലിവിങ് ഓർഗാനിസം വെൻ ദേ ആർ അണ്ടർ ഡോർമൻ കണ്ടീഷൻ. അപ്പോൾ ദ മൂവ്മെന്റ് ഈസ് ഓൾസോ considered as a characteristic feature. We cannot define a life by seeing the movement, or without we cannot say an organism is dead because we are not seeing the movement in that particular organism. അപ്പോൾ നമ്മൾ മൂവ്മെന്റും എന്താണെന്നാണ് പറയുന്നത്? that is just a characteristic feature of living organism. ഇനി next character which we are seeing here, that is metabolism. ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് എഴുതാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പോയിന്റ്സ് ഒന്നും എഴുതാത്ത. ഞാൻ ഈ പോയിന്റ് വെച്ച് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിക്കൊള്ളാം കേട്ടോ.
So the next characteristic features, it is metabolism. എന്താണ് actually metabolism എന്ന് പറയുന്നത്? The biochemical reaction which occurs inside a cell is called as metabolic reaction. എന്താണ്? Biochemical reaction. Biochemical reaction. എന്താ ഈ biochemical reaction എന്ന് പറയുന്നത്? ബയോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ ബയോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബയോകെമിക്കൽ റിയാക്ഷൻസ് സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്നത്? ബിക്കോസ് ഇൻസൈഡ് ദ സെൽ ബയോമോളിക്യൂൾസ് ആർ പ്രസന്റ്. ബയോമോളിക്യൂൾസ് സെല്ലിന്റെ ഉള്ളിലുണ്ട്. ഈ ബയോമോളിക്യൂൾസ് തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബയോമോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഇൻസൈഡ് എ ചേംബർ that will occur only in the living organs. It will never occur inside a non-living object. ഏതൊരു സെല്ലിന്റെ ഉള്ളില് ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നില്ലയോ ആ സെൽ എന്താണ്? ഡെഡ് ആണ്. അപ്പൊ ആ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇറ്റ് വിൽ occur in all living cells and it will never occurs inside the non-living object. ബയോകെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയാ? മെറ്റാബോളിസം എന്ന് പറയാം. ബയോകെമിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്? The chemical molecules which is present inside the living എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന സെല്ലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ. അപ്പോൾ ബയോകെമിക്കൽ റിയാക്ഷൻ വിച്ച് ഈസ് occurring inside the cell, that is the definite feature of living organism. It will never occur inside a non-living object, but if it is not occurring inside the living organism, that organism is dead. അപ്പോൾ ബയോകെമിക്കൽ റിയാക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് or the metabolic reaction we can classify as catabolism and anabolism. Catabolism എന്ന് പറഞ്ഞാൽ breakdown process and anabolism is a making process. Catabolism that will release energy. Catabolism exothermic ആയിരിക്കും. അതേപോലെ anabolism it will be endothermic reaction. So catabolism in which the energy will be released or the temperature will be released, that is called as exothermic reaction. Anabolism that use ATP molecule or we can say that will use the heat energy, that is called as endothermic reaction. അപ്പോൾ ഇത് ബ്രേക്കിംഗ് പ്രോസസ്സും ഇത് മേക്കിംഗ് പ്രോസസ്സും ആണ്. അപ്പൊ ബ്രേക്കിംഗ് പ്രോസസ്സും മേക്കിംഗ് പ്രോസസ്സും ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബയോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആ ബയോകെമിക്കൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെല്ല് ചത്തുപോയി എന്നാണ്. So that cell undergone death. അതേപോലെ തന്നെ ഈ ബയോകെമിക്കൽ റിയാക്ഷൻ ഒരിക്കലും എവിടെ നടക്കില്ല? നോൺ ലിവിങ് ഒബ്ജക്റ്റിൽ നടക്കില്ല. We can see this biochemical reaction we can do inside a test tube. ഒരു ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ നമുക്ക് ബയോകെമിക്കൽ റിയാക്ഷൻ ചെയ്യാം by giving the proper conditions or by giving the proper media and proper molecule. We can do the same reactions inside the test tube. അതുകൊണ്ടാണല്ലോ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്. നമ്മൾ എഗ്ഗും സ്പെർമും കൂടെ സെപ്പറേറ്റ് ചെയ്ത എഗ്ഗിനെയും സ്പെർമിനെയും കൂടെ ഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് സൈഗോട്ട് ഉണ്ടാക്കുന്നു, സൈഗോട്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യിക്കുന്നു ഒക്കെ ടെസ്റ്റ് ട്യൂബിനകത്ത് അത് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ. ഹിയർ ആ ടെസ്റ്റ് ട്യൂബ് എന്ന് കരുതി എന്ത് കാണിക്കുന്നില്ല? വേറൊരു ലിവിങ് പ്രോപ്പർട്ടിയും കാണിക്കുന്നില്ല. ആ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിലുള്ള റിയാക്ഷനെ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിവിങ് റിയാക്ഷൻ എന്ന് പറയും. സോ ലിവിങ് റിയാക്ഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻസൈഡ് ദ ടെസ്റ്റ് ട്യൂബ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മാൻ എഫേർട്ട്. ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന living reactions inside the test tube. Okay, in vitro condition le ee same biochemical reaction we can perform inside the test tube. For that we need to provide all the suitable condition. Allengi ee parayna living reactions all it will take place only inside the cell. Appo an exception, even if we are saying nammal biology പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഫീച്ചറാന്ന് പറയുമ്പോഴും ദർ വിൽ ബി മെനി എക്സെപ്ഷൻസ്. അതാണ് ബയോളജിയിലെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു കാര്യം നമ്മൾ ജനറലി പറഞ്ഞാൽ പോലും അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു എക്സെപ്ഷൻ ആണ് ദ മെറ്റാബോളിക് റിയാക്ഷൻ വിച്ച് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ടെസ്റ്റ് ട്യൂബ്. ദാറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ഓഫ് ദിസ് ഡെഫിനിറ്റ് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം ആസ് മെറ്റാബോളിസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡെഫിനിറ്റ് ഫീച്ചറാണ് പഠിച്ചോളൂ. എന്താണ്? The metabolism. Metabolism is a definite feature of living organism. Next one, consciousness. Consciousness എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സിനാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓരോ ഓർഗാനിസവും അതിന്റെ ചുറ്റുമുള്ള കെമിക്കൽ മോളിക്യൂൾസിനെയും അതേപോലെ തന്നെ അവരുടെ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് നല്ല അവയർനെസ് ഉള്ള ഓർഗാനിസം ആയിരിക്കും. അത് നമ്മൾ ബാക്ടീരിയ എടുത്തു നോക്കിയാലും, ബാക്ടീരിയ മുതലാണ് നമ്മൾ ലിവിങ് ഓർഗാനിസം എന്ന് കൺസിഡർ ചെയ്യുന്നത്. ബാക്ടീരിയ എടുത്തു നോക്കിയാലും, പ്രോട്ടിസ്റ്റ് എടുത്തു നോക്കിയാലും, ഫംഗസ് എടുത്തു നോക്കിയാലും, പ്ലാന്റ്സ് എടുത്തു നോക്കിയാലും
ആനിമൽസ് എടുത്ത് നോക്കിയാൽ ഏത് ഓർഗാനിസത്തിനും കാണും അതിൻ്റെ എൻവറോൺമെൻറ്റുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ. ആ ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, കോൺഷ്യസ്നെസ് എന്ന് പറയാം. അത് ബാക്ടീരിയ, ഇപ്പോൾ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആകുന്ന അല്ലെങ്കിൽ ബാക്ടീരിയ ചില എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ എൻസൈം ഇപ്പോൾ അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അത് അതിൻ്റെ സർക്കംസ്റ്റൻസ് അനുസരിച്ചിരിക്കും, അതിൻ്റെ എക്സ്റ്റേണൽ മീഡിയ അനുസരിച്ചായിരിക്കും ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് അറിയുന്നത്. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ആ മീഡിയയെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ബാക്ടീരിയയ്ക്കുണ്ട്. അതേപോലെ തന്നെ ഫംഗസിനുണ്ട് ദ സെയിം പ്രോപ്പർട്ടി. അതേപോലെ വി ക്യാൻ സീ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്, പ്ലാന്റ്സിലില്ലേ നമ്മൾ അതിൻ്റെ റൂട്ട് വന്നിട്ട് ജിയോട്രോപ്പിക് ആയിരിക്കും, അതിൻ്റെ സ്റ്റെം വന്നിട്ട് ഫോട്ടോട്രോപ്പിക് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ചെറിയ ക്ലാസ്സിൽ. അതേപോലെ തന്നെ ദ പ്ലാന്റ്സ് ദേ ഷോ ഫോട്ടോ പീരിയോഡിസം എന്നും പറയുന്നുണ്ട്. ചില പ്ലാന്റ്സ് ഒരുപാട് ഡേ ലെങ്ത് ഉള്ളപ്പോൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ചില പ്ലാന്റ്സ് ഡേ ലെങ്ത് കുറവുള്ളപ്പോൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ചില പ്ലാന്റ്സിന് അങ്ങനെ ഒരു വേരിയേഷൻസ് ഇല്ല. അപ്പം അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എത്ര ഡ്യൂറേഷനിൽ ലൈറ്റ് അതിന് കിട്ടുന്നുണ്ടെന്ന്. അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന കോൺഷ്യസ്നെസ്, ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു അവയർനെസ്സിനാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. പക്ഷെ ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത്. അതായത് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് നമുക്ക് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറൊരു ഓർഗാനിസം സെൽഫ് കോൺഷ്യസ്നെസ് കാണിക്കുന്നില്ല കേട്ടോ. സോ ദ ഹ്യൂമൻ ബീങ്സ് ഓൺലി ദേ ഷോ ദ സെൽഫ് കോൺഷ്യസ്നെസ്. പിന്നെ ഈ കോൺഷ്യസ്നെസ്സിനുണ്ട് ഒരു എക്സെപ്ഷൻ. കോൺഷ്യസ്നെസ്സിനുള്ള എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതും ഹ്യൂമൻ ബീങ്സിൽ മാത്രം കാണുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു പേഷ്യൻ്റ് ഈസ് അണ്ടർ കോമ സ്റ്റേജ്, കോമ സ്റ്റേജിലുള്ള ഒരു പേഷ്യൻ്റ് അവരുടെ ബോഡിയുടെ ഫങ്ഷൻസ് ഫുള്ള് ചെയ്യുന്നത് മെഷീൻസിൻ്റെ സഹായത്തോടെ ആയിരിക്കും. അപ്പൊ അവർക്ക് അതിന്റെ ചുറ്റുപാടുമുള്ള ഒരു കാര്യങ്ങളും അറിയണ്ടാവില്ല. ദാറ്റ് പേഴ്സൺ മേ കം ബാക്ക് ടു ലൈഫ് ഓർ ഹി മേ ഡൈ. അവര് തിരിച്ച് ലൈഫിലേക്ക് വന്നാൽ അത് മരിച്ചു പോയിരുന്നു എന്നിട്ട് തിരിച്ചു വന്നതാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം നമ്മുടെ എന്താ പറയുക സയന്റിഫിക് ആയിട്ടൊന്നും ഇല്ല അല്ലേ. അതായത് ഒരു ഓർഗാനിസം മരിച്ചു പോയാൽ മരിച്ച ഓർഗാനിസം വീണ്ടും പുനർജീവിച്ചു, അങ്ങനെയൊന്നും നമ്മൾ സയൻസ് ബേസിൽ പറയുന്നത് എന്താണ്, ഫൂളിഷ്നെസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ വി വിൽ സേ ആൻ എക്സെപ്ഷൻ ഈസ് ദ പേഷ്യന്റ് അണ്ടർ കോമ സ്റ്റേജ്, ഹി വിൽ നോട്ട് ബി അവെയർ ഓഫ് ഹിസ് സറൗണ്ടിങ്. അവരുടെ സറൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ഒരറിവും ഉണ്ടാവില്ല പേഷ്യന്റ് അണ്ടർ കോമ സ്റ്റേജ്. നമ്മളൊരു മൃഗങ്ങളെ കൊണ്ട് വെന്റിലേറ്ററിൽ ഇടാനും അവർക്ക് എന്താ പറയുക മെഷീൻസിന്റെ സഹായത്തോടു കൂടി അവരുടെ ബാക്കി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടത്താനും സാധാരണ വിടാറില്ല. ഹ്യൂമൻ ബീങ്സ് ആണ് സാധാരണ വെന്റിലേറ്ററിലാവുന്നതും അവർ മെഷീൻസിന്റെ സഹായത്തോടു കൂടി അവരെ എന്താ പറയുക ഓരോ അവയവങ്ങളും വർക്ക് ചെയ്യുന്നതും. ഒരു പക്ഷേ അവർക്ക് മെഡിസിൻസ് കൊടുക്കുമ്പോൾ മെഡിസിനോട് ക്ലിയർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ they may come back to life, they may not be able to coordinate with that medicine, then he may die also. അത് എന്ത് കണ്ടീഷൻ ആയിരിക്കും വരുന്നതെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് we will say the patient under coma stage, he is not aware of his surrounding. നെക്സ്റ്റ് വൺ ദറ്റ് ഈസ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ബയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സെല്ല് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെല്ലിനകത്തുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ബയോമോളിക്യൂൾസിന്റെ ഉള്ളിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. സോ ഹിയർ ബയോളജിക്കൽ ഓർഗനൈസേഷൻ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ ലെവൽ. സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ ലെവലിൽ നിന്നാണ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബയോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ലെവലിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദേ ഹാഡ് ഗിവൻ ദ ഓപ്ഷൻസ് ലൈക്ക് ബയോ മൈക്രോ മോളിക്യൂൾ, ബയോ മാക്രോ മോളിക്യൂൾ, സെൽ, ടിഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓപ്ഷൻസ് കൊടുത്തത്. സോ യു ഷുഡ് റിമെമ്പർ ഹിയർ ദ ബയോളജിക്കൽ ഓർഗനൈസേഷൻ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം സബ് മൈക്രോസ്കോപ്പിക് ബയോ മൈക്രോ മോളിക്യൂൾ. സബ് മൈക്രോസ്കോപ്പിക് ബയോ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ മൈക്രോ മോളിക്യൂൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾ വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ സെൽ. ഇറ്റ് വിൽ അണ്ടർഗോ റിയാക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ബയോ മാക്രോ മോളിക്യൂൾ. വലിയ വലിയ മോളിക്യൂൾ ആയിട്ട് വലിയ മോളിക്യൂൾസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാം മെറ്റാബോളിസം നടന്നിട്ട്. പിന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബയോ മൈക്രോ മോളിക്യൂൾ ആവാം. അതേപോലെ തന്നെ വി ക്യാൻ സി ദിസ് ബയോ മൈക്രോ മോളിക്യൂൾ, ബയോ മാക്രോ മോളിക്യൂൾ, ദീസ് ഓൾ വിൽ ഇന്ററാക്ട് ടുഗദർ ഇൻസൈഡ് എ സെൽ. അപ്പൊ ഈ ചെറിയ ചെറിയ ഇന്ററാക്ഷൻസ് ഇറ്റ് ഈസ് ഒക്കറിങ് ഇൻസൈഡ് ദ സെൽ. Biological organization from biomicromolecule to biomacromolecule to cell, cell to tissue, tissue to organ and organ to organ system. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഇറ്റ് വിൽ നെവർ സീ ഇൻ ദ കേസ് ഓഫ് ദ നോൺ ലിവിങ് ഒബ്ജക്ട്. നോൺ ലിവിങ് ഒബ്ജക്റ്റിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ കാണില്ല. സോ ഹിയർ വി ക്യാൻ സേ
this is a definite feature of living organism. Consciousness is a definite feature. Biological organization is also a definite feature of a living organism, because all living organism, it has biological organization, but no non-living object has biological organization. Okay, appo idokkeyana nammade living organismthine non living organismthine thammil separate cheyan vendite nammal consider cheyna kore characteristic features. So we can conclude this one by saying the living organism is self replicating, evolving and self regulating interactive system capable of responding to their environment. Okay, adana oru എന്താ പറയുക, ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഡിഫൈൻ ചെയ്യാനുള്ള ക്യാരക്ടറിസ്റ്റിക്, ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സി ഓൺലി 3 characteristic features which is defining metabolism, consciousness and biological organization, and its exception also has to be remembered.